അപ്പോൾ ഞാനിന്നലെ അതിൽ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്. വിളിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ പരിപാടിയുടെ ഒരു പോക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വിളിക്കുന്നത് ശരിയല്ല. സമയമുണ്ടെങ്കിൽ എല്ലാവരും വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു കാർഡിൻ്റെ ഫോട്ടോ ആ ഗ്രൂപ്പിലിട്ടു. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് പാവം വലിയ ചേച്ചി വയസ്സുകാലത്ത് ഒരു പരിപാടിക്ക് പോകുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ റോയ് സാർ, ഇദ്ദേഹത്തിനെ പലർക്കും അറിയാം, ഭരതൻ സാറിൻ്റെ കൂടെ റൈറ്ററായിട്ടും അസോസിയേറ്റുമായിട്ടും ഒക്കെ വർക്ക് ചെയ്തു. പിന്നെ പാവം അയ്വാച്ചൻ എന്ന് പറയുന്ന പടത്തിൻ്റെ സംവിധായകനാണ്. പിന്നെ എന്ത് ചെയ്യും സുജീവ് സാർ പോയോ? അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മികച്ച അധ്യാപകൻ എന്നുള്ള അവാർഡ് വാങ്ങിച്ച ഒരാളാണ്. ഇപ്പോഴും അതിനുശേഷവും അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് പുതിയൊരു സ്കൂളിലുണ്ട്. അവർ വന്നു, ഇതെല്ലാം വന്നു ഭംഗിയായിട്ടും ഐശ്വര്യമായിട്ടും. സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ തിരുവനന്തപുരത്ത് തൈക്കാട്ടുള്ള ശബരിമല, എല്ലാവരും ഈ വൃശ്ചികത്തിന് മാല ഇടാൻ വരുന്ന ഒരു അമ്പലമാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടെ ചോറുണ്ട് വളർന്ന ആളാണ് ഞാൻ. എൻ്റെ ചോറൂണ് അവിടെ ആയിരുന്നു. അപ്പം ഞാൻ സ്വതവേ ഒരു അയ്യപ്പ ഭക്തയാണ്, ഗുരുവായൂരപ്പൻ്റെയും ഭക്തയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ വന്നിറങ്ങിയപ്പം ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ആലിസിൻ്റെ ഒരു അത്ഭുത ലോകം പോലെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളത് 2-3 വരിയിൽ ഞാൻ പറയാം. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. 10-20 വർഷത്തോളമായി ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഞാൻ ചന്ദ്രമതി കൊച്ചമ്മയായിട്ട് അഭിനയിച്ചു. 15 എപ്പിസോഡ് പോയതാണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് തന്നെ എനിക്ക് ഹരിപ്പാടാണ് എൻ്റെ സ്വദേശം. വളരെ അടുത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ, നമ്മുടെ ശ്രീകുമാർ പിള്ള, ഡോക്ടർ ശ്രീകുമാർ പിള്ള, ദുബായ്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ഈ സീരിയലിൻ്റെ ഒരു സ്വീകരണം ബോംബെ സംഘടിപ്പിച്ചു. ഞാൻ അഞ്ചു പിള്ള ഞങ്ങളിവരും പോയി. അങ്ങനെ ചന്ദ്രമതിയും ഇന്ദുമുഖയും കൂടെ പിന്നെ ബോംബെ വരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ദുബായിലൊരു സ്വീകരണം. ഒരു സീരിയലിൻ്റെ പേരിൽ ഇത്രയും സ്ഥലത്ത് കിടന്ന് കറങ്ങിയത് ആദ്യമായിട്ടാണ്, പിന്നീടതുണ്ടായിട്ടുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം കുമാർ എന്നെ കൊണ്ടുപോയി ദുബായിൽ. അതിന് ഇടയ്ക്ക് കുറച്ച് നാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയാം, കുടുംബം അറിയാം, എല്ലാവരെയും അറിയാം. ഈ ഫോട്ടോയിൽ കാണുന്ന ആദിമോളെ അറിയാം, എല്ലാവരെയും അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കാലമായിട്ട് ഒരു വിവരമില്ല. സുഖട്ടനുമായിട്ട് ഞങ്ങൾ വല്ല 3-6 സ്ഥലം വായിക്കാനൊക്കെ പോയപ്പോൾ കൂടെ വന്ന ആളാണ്. പിന്നെ കുറച്ച് നാൾ ഒരു വിവരമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു വിഷുവിന് ഒരുപാട് കഷ്ടപ്പെട്ട് പോലീസിൻ്റെ സർക്കാരിൻ്റെയൊക്കെ പെർമിഷനൊക്കെ വാങ്ങിച്ചൊരു 10-15 പേര് വയസ്സായ അമ്മമാരെ, ഈ മക്കൾ നോക്കാത്ത അമ്മമാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദുബായ് കൊണ്ടുപോയി. എല്ലാം എഴുതി വാങ്ങിച്ച്, എന്തെങ്കിലും ഒരു അസുഖമോ ഒരു അപകടമോ സംഭവിച്ചാൽ പോലും അത് ഈ കൊണ്ടുപോകുന്നവർക്കല്ല. അപ്പോൾ എല്ലാ അമ്മമാർക്കും ദുബായ് കാണുകയും വേണം. അതിന് വിഷുക്കൈ നീട്ടം കൊടുക്കാനും അവരോടൊപ്പം വിഷുസദ്യ കഴിക്കാനും ഒക്കെ ഞാനവിടെ ചെന്നപ്പോൾ നമ്മുടെ ദിനേശ് പണിക്കർ കൊണ്ടുകൂടെ. അത് എനിക്ക് വാസ്തവത്തിൽ കഷ്ടം തോന്നി. എല്ലാവരും ഈ താരദിശയുടെ പുറകെയൊക്കെ പോകുമ്പോൾ ഒരാൾ അനാഥരായ അമ്മമാരെ 10-15 പേരെ പ്ലെയിനിൽ കയറ്റി ദുബായി കൊണ്ടുപോയി വിഷു ആഘോഷിപ്പിക്കാതെ വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുമാരേ ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോ? അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം വളർന്ന് ഒരേ സ്പോൺസറുടെ കൂടെ അധ്വാനിച്ച് ആ മനുഷ്യൻ്റെ ഒരു മകനെ പോലെയുള്ള ഒരു സ്ഥാനം നേടിയൊരു വ്യക്തിയാണെന്നും ഹോട്ടലെന്നും റിസോർട്ടെന്നും അതൊന്നും ഇതെന്നും ഒക്കെ പറഞ്ഞ് വലിയൊരു ബിസിനസ് ശൃംഖലയുണ്ട്. അങ്ങനെയുള്ള കുമാരൻ അടുത്ത കാലത്ത് ചേച്ചി അയ്യപ്പനെ കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനും ഷാജിയും ഞാനും കൂടെ ഒരു പടമെടുക്കുകയാണ്. അപ്പോൾ അത് ടൈറ്റിൽ ലോഞ്ചും ഒക്കെ ആയിട്ട് ചേച്ചി ഒന്ന് വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഉണ്ട്. കട്ടപ്പന പുതിയ റിസോർട്ട് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഭയങ്കര ഒരു സ്കൂൾ പ്രോജക്റ്റ് വരുന്നു. ഇതൊക്കെ എന്നോട് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. 2 പേരും, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹം വിളിക്കും, എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ സംഭവം? അതിങ്ങനെ അയ്യപ്പൻ്റെ ഒരു സംഭവം. അപ്പോൾ അനീഷ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഇവരെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തുളസിച്ചേട്ടനുണ്ടെന്നുള്ള ഞാനിപ്പോഴാണ് അറിയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു കുമാറിൻ്റെ ഒരു കാര്യമല്ലേ, തീർച്ചയായിട്ടും ഞാൻ വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ഡേറ്റ് 3-1 ബാലേന്ദ്രൻ്റെ ഒരു ഉത്സവം കൊല്ലത്ത്.
അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നു, ഇതിൽ പങ്കെടുത്തു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് കുമാറിൻ്റെ മേഖലകൾ ഇനി എവിടെയൊക്കെ പോകുന്നതിനെപ്പറ്റി ഒരു പിടിയില്ല. ആശുപത്രിയുണ്ട്, ഹോട്ടലുണ്ട്, സ്കൂളായി. ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ പേര് വല്ലതും തുടങ്ങണമെന്ന് കേട്ടോ. ഞാനിവിടെ ഒന്ന് ജീവിച്ചു പോകും. എന്തായാലും വലിയ സന്തോഷം. കാരണം ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഒരു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കഥ ലോകമെമ്പാടും അറിയത്തക്ക രീതിയിൽ ഒരു ചലച്ചിത്ര ആവിഷ്കാരം. വിഷ്ണു എന്ന് പറയുന്ന ഈ കൊച്ചു സംവിധായകനെ പറ്റി ഞാനിങ്ങനൊരു പരിപാടി എടുത്തപ്പോൾ പല ചെറുപ്പക്കാർക്കും അദ്ദേഹത്തിനെ അറിയാം. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, നന്നായി മിടുക്കനാണ് അമ്മ എന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പോലും 1-2 പേര് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൊണ്ടും നല്ല കോമ്പിനേഷൻ, നന്നായിരിക്കും. ഈശ്വര, ഏതായാലും അയ്യപ്പനിൽ തുടങ്ങാൻ സാധിച്ചല്ലോ. എല്ലാം മലയുടെ മണ്ടയ്ക്ക് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഭൂമിയിൽ സ്കൂൾ വരെ ആയി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയും എപ്പോഴും എനിക്ക് ഒന്നേ പറയാനുള്ളൂ കുമാറിനോട്. കുമാറിന് ഈ മറ്റുള്ളവരെ, ഞാനിപ്പോൾ ഈ സിനിമയുടെ കാര്യമല്ല പറയുന്നത്, ഒരുപാട് പേർക്ക് അറിയാതെ സഹായങ്ങൾ എത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് എനിക്കറിയാവുന്ന കുമാർ. ഞാനും പറയാറില്ല ഇവിടെ ചേച്ചി അതൊന്നും വേണ്ട, എപ്പോഴും അദ്ദേഹത്തിന് ഒരു പരസ്യം. ഇപ്പം നേരെ തിരിച്ചല്ലേ, കാരണം നിൽക്കുന്ന സോഷ്യൽ മീഡിയ, ആരെങ്കിലും ഇതുവഴി എങ്ങോട്ടെങ്കിലും പോയാൽ മതി, കുറേ പിള്ളേർ മുഴുവൻ പോവും. അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടത്തിൽ വലിയ ആർഭാടങ്ങളും അവകാശവാദങ്ങളും കൊട്ടിഘോഷിക്കലും ഒന്നും ഇല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഈശ്വരാധീനമാണ്.